ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് 5ാം ക്ലാസ്സിലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. സാമൂഹ്യശാസ്ത്രത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഭക്ഷണവും മനുഷ്യരുമാണ് ഇന്നത്തെ ക്ലാസ്. ആദ്യം കുറച്ച് കാര്യങ്ങൾ പൊതുവായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ മെയിൻ പോയിന്റ്സ് മാത്രം വെച്ചിട്ടുള്ളൊരു ഷോർട്സും കൂടി ഇടാമെന്ന് വിചാരിക്കുന്നു. കാരണം ലോങ് വീഡിയോ ആകുമ്പോൾ കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ക്ലാസ്സിലേക്ക് പോകാം. ചാപ്റ്റർ 2, ഭക്ഷണവും മനുഷ്യരും. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള പഠനവും ഭൂതകാല വസ്തുക്കളുടെ രേഖപ്പെടുത്തലുമാണ് ചരിത്രം. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ചരിത്രം എന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള പഠനവും ഭൂതകാല വസ്തുക്കളുടെ രേഖപ്പെടുത്തലുമാണ് ചരിത്രം എന്ന് പറയുന്നത്. ചരിത്ര പഠനത്തിലൂടെ ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യ അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ചരിത്രവും ഒരു ശാസ്ത്രമാണെന്ന തിരിച്ചറിവ് നാം വളർത്തിയെടുക്കേണ്ടതാണ്. വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ചരിത്രം എന്ന് പറയുന്നത്. ചരിത്രം എന്താണ്? കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള പഠനവും ഭൂതകാല വസ്തുക്കളുടെ രേഖപ്പെടുത്തലുമാണ് ചരിത്രം. ചരിത്രത്തിലൂടെ എന്തിനു സാധിക്കുന്നു? ചരിത്ര പഠനത്തിലൂടെ ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാൻ സഹായിക്കുന്നു. വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ചരിത്രം എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള അറിവുകൾ ചരിത്ര പഠനത്തിലൂടെ ലഭിക്കുമ്പോൾ ഈ അറിവുകൾ വർത്തമാന കാലത്തെക്കുറിച്ചുള്ള നമ്മുടെ വിജ്ഞാനത്തെ വികസിപ്പിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള അറിവുകൾ ചരിത്ര പഠനത്തിലൂടെ ലഭിക്കുമ്പോൾ ആ അറിവുകൾ ഈ കാലത്തെ നമ്മുടെ വിജ്ഞാനത്തെ വികസിപ്പിക്കാൻ സഹായിക്കുന്നു. ചരിത്ര രേഖകൾ പ്രധാന പഠന വസ്തുക്കളായി ഉപയോഗിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ ആ ചരിത്ര രേഖകളെല്ലാം തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണ്. പ്രാദേശികമായ പഠന വിഭവങ്ങൾ ആധുനിക ചരിത്ര പഠനത്തിന് ആവശ്യമാണ്. അപ്പൊ എന്താണ് ചരിത്രമെന്നും ചരിത്ര പഠനത്തിന്റെ ആവശ്യം എന്താണെന്നും ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാൻ കിട്ടുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ളത് അടുത്ത പോർഷൻ ഭക്ഷണ സമ്പാദനം. മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങളിൽ ഒന്ന് ഭക്ഷണമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് ഭക്ഷണം. മനുഷ്യരുടെ നിലനിൽപ്പിന് ആവശ്യമായ മറ്റു ഘടകങ്ങൾ എന്തൊക്കെയാണ്? ജലം, വായു, പാർപ്പിടം, വസ്ത്രം. എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. ആദിമകാലത്തെ ജീവികളുടെ ഭക്ഷണങ്ങൾ ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നിവയാണ്. അപ്പൊ ആദിമകാലത്തെ ജീവികളുടെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നിവയാണ്. ജീവികൾ മറ്റു ജീവികളെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. ഇനി മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? എങ്ങനെയൊക്കെയാണ്? ഭക്ഷണം ശേഖരിച്ചിരുന്നു, മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു, കല്ലുകളും കമ്പികളും ഉപകരണങ്ങളായി ഉപയോഗിച്ചിരുന്നു, കൂട്ടം കൂട്ടമായി ആണ് അവർ വേട്ടയാടിയിരുന്നത്. ഇപ്പൊ എന്തൊക്കെയാണ് മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തിന്റെ സവിശേഷതകൾ? അവർ ഭക്ഷണം ശേഖരിച്ചിരുന്നു, മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു, കല്ലുകളും കമ്പികളും മറ്റുപകരണങ്ങളായി അവർ ഉപയോഗിച്ചിരുന്നു, കൂട്ടം കൂട്ടമായിട്ടാണ് അവർ വേട്ടയാടിയിരുന്നത്. വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും ആദിമ മനുഷ്യർക്ക് ലഭിച്ചിട്ടുണ്ടാകുന്ന ഭക്ഷ്യ വസ്തുക്കൾ എന്തെല്ലാമാണ്? കായ്കനികൾ, വേരുകളും കിഴങ്ങുകളും, മത്സ്യങ്ങൾ, ഭക്ഷ്യയോഗ്യമായ ഇലകൾ, മൃഗങ്ങളുടെ മാംസം തുടങ്ങിയവയെല്ലാം തന്നെ വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും ആദിമ മനുഷ്യർക്ക് ഭക്ഷ്യവസ്തുക്കളായി ലഭിച്ചിട്ടുള്ളവയാണ്. അടുത്തത് തീയും ഭക്ഷണവും. ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗത്തെക്കുറിച്ച് അറിവില്ലാതിരുന്നതിനാൽ ലഭ്യമായ വസ്തുക്കൾ ആദിമ മനുഷ്യർ പച്ചയായി തന്നെയാണ് ഭക്ഷിച്ചിരുന്നത്. എന്നാൽ തീയെ നിയന്ത്രിച്ചുപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ചു കഴിക്കാൻ തുടങ്ങി.
തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ്. അപ്പോൾ തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ്. ആദിമ മനുഷ്യൻ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമാണ്. തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവുമൊക്കെ ചുട്ടു തിന്നാൻ അവർ ആരംഭിച്ചു. ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ ആദ്യമായിട്ട് മനുഷ്യന് വെന്ത മാംസം എവിടുന്നാ ലഭിച്ചത്? ആദിമ മനുഷ്യർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം എന്ന് പറയുന്നത് കാട്ടുതീയിൽപ്പെട്ട് ചത്തുപോയ മൃഗങ്ങളുടെ വെന്ത മാംസമാണ്. അപ്പൊ തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ചുപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും ഭക്ഷണവും ഒക്കെ ചുട്ട് കഴിക്കാൻ അവർ ആരംഭിച്ചു. ക്രമേണ കിഴങ്ങുകളും വേരുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. അങ്ങനെ അവർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നു. അലഞ്ഞു തിരിഞ്ഞു വരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത്. പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി. ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ ആദിമ മനുഷ്യരെ നിർബന്ധിതരാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ ആദിമ മനുഷ്യരെ നിർബന്ധിതരാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണത്തിന്റെ ലഭ്യതയിലുള്ള കുറവ്, ജനസംഖ്യാ വർധനവ്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, കാലാവസ്ഥാ മാറ്റം, ഭക്ഷണം സംഭരിച്ചു വെക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതിരുന്നത്. ഇതെല്ലാം തന്നെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ തേടാൻ ആദിമ മനുഷ്യരെ നിർബന്ധിതരാക്കി. എന്തൊക്കെയാണ് സാഹചര്യങ്ങള്? ഭക്ഷണത്തിന്റെ ലഭ്യതയിലുള്ള കുറവ്, ജനസംഖ്യയിലുള്ള വർധനവ്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, കാലാവസ്ഥയിലുണ്ടായ മാറ്റം, ഭക്ഷണം സംഭരിച്ചു വെക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതിരുന്നത് എല്ലാം തന്നെ ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിന് മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കി. മനുഷ്യർക്ക് തീ കൊണ്ടുള്ള ആവശ്യകതകൾ എന്തെല്ലാമാണ്? മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ, തണുപ്പകറ്റാൻ, ഗുഹകളിലെ ഇരുട്ടകറ്റാൻ. എന്തിനൊക്കെയാ തീ ഉപയോഗിച്ചിരുന്നത്? മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാനും തണുപ്പകറ്റാനും ഗുഹകളിലെ ഇരുട്ടകറ്റാനും തീ ഉപയോഗിച്ചിരുന്നു. തീ ഉൽപാദനവും നിയന്ത്രണവും. ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിലുരഞ്ഞും തീ ഉണ്ടാകുന്നത് മനുഷ്യർ കണ്ടു. ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് ആദിമ മനുഷ്യർ മനസ്സിലാക്കി. എങ്ങനെയൊക്കെയാണ്? ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കുമെന്ന് ആദിമ മനുഷ്യർ മനസ്സിലാക്കി. അടുത്ത ടോപ്പിക്ക് ഭക്ഷ്യോൽപാദനം. കാലക്രമേണ മനുഷ്യർ ഭക്ഷണ ആവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും തുടങ്ങി. ഭക്ഷണ ആവശ്യത്തിനായി ആദിമ മനുഷ്യർ ആദ്യമായി ഇണക്കി വളർത്തിയ മൃഗങ്ങൾ ഏതെല്ലാം? ആട്, ചെമ്മരിയാട്. ഭക്ഷണ ആവശ്യത്തിനായി ആദിമ മനുഷ്യർ ആദ്യമായി ഇണക്കി വളർത്തിയ മൃഗങ്ങൾ ഏതൊക്കെയാണ്? ആട്, ചെമ്മരിയാട്. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയത്, മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായിട്ടുള്ള മൃഗം നായയാണ്. ഇതൊരു PYQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗം ഏതാണ്? നായ. എന്നാൽ ഭക്ഷണ ആവശ്യത്തിനായിട്ട് ആദിമ മനുഷ്യർ ആദ്യമായി ഇണക്കി വളർത്തിയ മൃഗം ആട്, ചെമ്മരിയാട്. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനും ആയി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൃഷി ആരംഭിച്ചതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റു ആവശ്യങ്ങൾക്കായി
ഇണക്കി വളർത്താൻ തുടങ്ങി. വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയായിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ ആദിമ മനുഷ്യർ എന്ന് തൊട്ടാണ് കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്? വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ആരംഭിക്കാൻ ആദിമ മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഈർപ്പവും ചൂടുമുള്ള മണ്ണ്. അപ്പൊ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ആരംഭിക്കാൻ ആദിമ മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഈർപ്പവും ചൂടുമുള്ള മണ്ണ്. ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്ന വിളകൾ ഏതൊക്കെയാണ്? ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്ന വിളകൾ ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ. ഏതൊക്കെയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്? ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായി ലഭ്യമായിരുന്നത് നദീതടങ്ങളിലാണ്. മനുഷ്യർ കൃഷി ആരംഭിച്ചത് അതുകൊണ്ട് എവിടെയായിരിക്കും? നദീതടങ്ങളിൽ തന്നെ ആയിരിക്കും. ഇതോടെ കൃഷിയിടങ്ങൾക്ക് സമീപം സ്ഥിരവാസവും ആരംഭിച്ചു. അപ്പൊ കൃഷിയിടങ്ങൾക്ക് സമീപമായിട്ട് താമസം ആരംഭിച്ചു. കാര്യം ഈർപ്പവും ചൂടുമുള്ള മണ്ണും ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത് ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങളായിരുന്നു. കൃഷിക്ക് അനുയോജ്യമായ മണ്ണുണ്ട്, ആവശ്യമായ ജലവും അതുപോലെ വളക്കൂറുള്ള മണ്ണും ലഭ്യമായിരുന്നത് കൊണ്ട് തന്നെ നദീതടങ്ങളിലാണ് മനുഷ്യർ ആദ്യമായിട്ട് കൃഷി ആരംഭിച്ചത്. നദീതടങ്ങളിൽ മനുഷ്യർ ആദ്യമായിട്ട് കൃഷി ആരംഭിച്ചു. കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിര താമസമാക്കി. അതുകൊണ്ട് ആദിമ മനുഷ്യർക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിര താമസമാക്കിയത് കൊണ്ട് ആദിമ മനുഷ്യർക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം കിട്ടി. എന്തൊക്കെയാണ്? കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിര താമസമാക്കിയത് കൊണ്ട് ആദിമ മനുഷ്യർക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. ഭക്ഷണ സാധനങ്ങൾ തേടി അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം കിട്ടി. നദീതടങ്ങളിൽ ആദിമ മനുഷ്യർക്ക് സ്ഥിരവാസം ഉറപ്പിക്കാൻ സഹായകരമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? നദീതീരങ്ങളിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ജലലഭ്യത ഉണ്ടായിരുന്നു. അനുകൂലമായ കാലാവസ്ഥയുണ്ടായിരുന്നു. മൃഗങ്ങളെ പരിപാലിക്കാൻ സാധിച്ചു. ഗതാഗത സൗകര്യം ലഭ്യമായി. ഇതെല്ലാം തന്നെ നദീതടങ്ങളിൽ ആദിമ മനുഷ്യർക്ക് സ്ഥിരതാമസം ഉറപ്പിക്കാൻ സഹായകമായ ഘടകങ്ങളായിരുന്നു. അടുത്ത പോർഷൻ ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം. ആദിമ മനുഷ്യർ അന്നന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത്. എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചതോടുകൂടി മനുഷ്യർക്ക് ആവശ്യമായതിലധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കാൻ തുടങ്ങി. ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വെക്കുന്നതിനായി പ്രത്യേകം സൗകര്യങ്ങൾ ആവശ്യമായിട്ട് വന്നു. ആദിമ മനുഷ്യർ ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ എന്തൊക്കെയായിരിക്കും? മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ നിർമ്മിച്ചു. മൃഗങ്ങളുടെ തോല് കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ നിർമ്മിച്ചു. ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ, മരപാത്രങ്ങൾ, പത്തായം പോലുള്ള സൗകര്യങ്ങൾ, മൺഭരണികൾ, ഇതെല്ലാം തന്നെ ആദിമ മനുഷ്യർ ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന മാർഗങ്ങളാണ്. എന്തൊക്കെ മാർഗങ്ങളാണ്? മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ, മരപാത്രങ്ങൾ, പത്തായം പോലുള്ള സൗകര്യങ്ങൾ, മൺഭരണികൾ, ഇതെല്ലാം തന്നെ ഭക്ഷണം സൂക്ഷിച്ചു വെക്കാനുള്ള മാർഗങ്ങളായിരുന്നു. ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ ഏതൊക്കെയായിരുന്നു? കമ്പ്, കല്ല്, എല്ല്,
കൊമ്പ് എന്നിവയായിരുന്നു ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ. ഇനി വിത്ത് കുഴിച്ചിടാൻ സഹായകമായിരുന്നു ഈ ഉപകരണങ്ങൾ. കാർഷിക ഉപകരണങ്ങൾ എന്തിനു ഉപയോഗിച്ചു? വിത്ത് കുഴിച്ചിടുവാനും സഹായിച്ചു. മൺപാത്ര നിർമ്മാണം. വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണ് മൺകട്ട. വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്ന സ്വഭാവം മൺകട്ടയ്ക്കുണ്ട്. മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാം എന്നും മനുഷ്യർ മനസ്സിലാക്കി. എന്താ മനസ്സിലാക്കിയത്? മണ്ണ് കുഴച്ച് പാത്രങ്ങളാക്കി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാം എന്നും മനുഷ്യർ മനസ്സിലാക്കി. ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു. ആഹാരം പാകം ചെയ്യുന്നതിനും ഇത്തരം മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാക്കുന്നതിന് കാരണമായി. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരിക്കുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ധാന്യപ്പുര. ധാന്യങ്ങൾ സംഭരിച്ചു സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് നിർമ്മിച്ച സംഭരണിയാണ് ധാന്യപ്പുര. ധാന്യങ്ങൾ സംഭരിച്ചു സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് നിർമ്മിച്ചിരുന്ന സംഭരണിയാണ് ധാന്യപ്പുര. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപ്പുര. അപ്പൊ സിന്ധു നദീതട സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തിന്റെ സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപ്പുര. അവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്നും ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ ധാന്യങ്ങൾ സംഭരിച്ചു വെക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന മറ്റു മാർഗങ്ങളാണ് ഭരണികൾ, പത്തായങ്ങൾ. ധാന്യപ്പുരയെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞേ? ധാന്യങ്ങൾ സംഭരിച്ചു വെക്കുന്നതിനുള്ള പ്രാചീന കാലത്ത് നിർമ്മിച്ച സംഭരണിയാണ് ധാന്യപ്പുര എന്ന് പറയുന്നത്. സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപ്പുര. ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതാണ്. വിദൂര ഗ്രാമങ്ങളിൽ നിന്നുള്ള ധാന്യങ്ങൾ പോലും ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്നു. ധാന്യപ്പുര കൂടാതെ വേറെ എന്തൊക്കെയാ? ഭരണികൾ, പത്തായങ്ങൾ എന്നിവ നമ്മുടെ നാട്ടിൽ ധാന്യങ്ങൾ സംഭരിച്ചു വെക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ ആണ്. അടുത്തത് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സൂചിപ്പിച്ചിട്ടുള്ള കൃതികളാണ് സംഘകാല കൃതികൾ. ഏതൊക്കെയാണ്? ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സൂചിപ്പിച്ചിട്ടുള്ള കൃതികളാണ് സംഘകാല കൃതികൾ. 1500 വർഷങ്ങൾക്ക് മുമ്പ്. ഓരോ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശത്തുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം ചെയ്യുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്താണ്? ഓരോ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശത്തുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി. പകരം മറ്റുള്ളവരിൽ നിന്ന് മറ്റു വസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിക്കുകയും ചെയ്തു. വനപ്രദേശങ്ങളിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങളാണ് കൈമാറിയത്. സമതലങ്ങളിൽ അവർ തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഇത് കുറച്ച് SCERT ബേസ് ചെയ്തിട്ടുള്ള ഭാഗമാണ്. ഈ ചാപ്റ്ററിന്റെ തന്നെ SCERT അല്ല, ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലും ടീച്ചേഴ്സ് ടെക്സ്റ്റിലുള്ള കുറച്ച് പോർഷനാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അതും കൂടി നോക്കാം. ദക്ഷിണേന്ത്യയിൽ സംഘകാലം നിലനിന്നിരുന്നത് എന്നാണ്? BCE 3 നൂറ്റാണ്ടിനും CE 3-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ദക്ഷിണേന്ത്യയിൽ സംഘകാലം
നിലനിന്നിരുന്നത് എന്നാണ് BCE 3 നൂറ്റാണ്ടിനും CE 3 നൂറ്റാണ്ടിനും ഇടയിലാണ് സംഘകാലം നിലനിന്നിരുന്നത്. പ്രാചീന തമിഴകത്തെ സാമൂഹിക ജീവിതം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുണ്ടായിരുന്നത് തിണകൾക്ക്. പ്രാചീന തമിഴകത്തെ സാമൂഹ്യ ജീവിതം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുണ്ടായിരുന്നത് എന്തിനാണ്? തിണകൾക്ക്. തിണകൾ ഭൂപ്രകൃതിക്ക് അനുസരിച്ചാണ് രൂപപ്പെട്ടിരുന്നത്. തിണകൾ രൂപപ്പെട്ടത് എങ്ങനെയാണ്? ഭൂപ്രകൃതിക്ക് അനുസരിച്ചാണ് തിണകൾ രൂപപ്പെട്ടത്. ആന്ധ്രാപ്രദേശിലെ വെങ്കട് മലനിരകളിൽ നിന്ന് തുടങ്ങി തെക്ക് കന്യാകുമാരി വരെയും കേരളവും കർണാടകവും ആന്ധ്രാപ്രദേശിലെ തെക്കൻ ഭാഗങ്ങളും ഉൾപ്പെട്ടിരുന്ന വിശാലമായ പ്രദേശമാണ് പ്രാചീന തമിഴകം. അപ്പൊ പ്രാചീന തമിഴകം എന്ന് പറയുന്നത് ഏതൊക്കെ പ്രദേശങ്ങൾ ചേർന്നതാണ്? ആന്ധ്രാപ്രദേശിലെ വെങ്കട് മലനിരകളിൽ നിന്നും തുടങ്ങി തെക്ക് കന്യാകുമാരി വരെയും കേരളം, കർണാടക, ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ ഭാഗങ്ങളും ചേർന്നതാണ് പ്രാചീന തമിഴകം. പ്രാചീന തമിഴകത്തെ ഭൂപ്രകൃതിയുടെയും തൊഴിലിന്റെയും അടിസ്ഥാനത്തിൽ 5 തിണയായി തിരിച്ചിരിക്കുന്നു. പ്രാചീന തമിഴകത്തെ ഭൂപ്രകൃതിയുടെയും തൊഴിലിന്റെയും അടിസ്ഥാനത്തിൽ എത്ര തിണയായി തിരിച്ചിരിക്കുന്നു? 5 തിണയായി തിരിച്ചിരിക്കുന്നു. പ്രാചീന തമിഴകത്തെ ഭൂപ്രകൃതിയുടെയും തൊഴിലിന്റെയും അടിസ്ഥാനത്തിൽ 5 തിണയായി തിരിച്ചിരിക്കുന്നു. ഓരോ മനുഷ്യരുടെയും ജീവിത രീതികൾ അവിടുത്തെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നോക്കാം, ഈ തിണകൾ പല തവണയായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. LDC പോലുള്ള പരീക്ഷകൾക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഈ ബോക്സ് എന്ന് പറയുന്നത് കേട്ടോ. അത് പഠിക്കുക തന്നെ വേണം. തിണകൾ ഏതൊക്കെയാണ്? 5 എണ്ണം. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. കുറിഞ്ചി എവിടെയാണ് കാണപ്പെടുന്നത്? കാടും മലയും നിറഞ്ഞ പ്രദേശമാണ് കുറിഞ്ചി എന്നറിയപ്പെടുന്നത്. കാടും മലയും നിറഞ്ഞ പ്രദേശം എന്തെന്നറിയപ്പെടുന്നു? കുറിഞ്ചി എന്നറിയപ്പെടുന്നു. വേട്ടയാടൽ, വനവിഭവങ്ങളുടെ ശേഖരണം എന്നിവയാണ് ഇവരുടെ ഉപജീവന മാർഗം. എന്തായിരുന്നു കുറിഞ്ചികളുടെ ഉപജീവന മാർഗം? വേട്ടയാടൽ, വനവിഭവങ്ങളുടെ ശേഖരണം. ഇനി മുല്ലൈ എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലുള്ള പ്രദേശമാണ്? ഭൂപ്രദേശമാണ്, പുൽമേടുകളാണ്. മുല്ലൈ എന്ന് പറയുന്നത് പുൽമേടുകൾ നിറഞ്ഞ പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉപജീവന മാർഗം കന്നുകാലി വളർത്തലാണ്. പാലൈ എന്ന് പറഞ്ഞാൽ വരണ്ട പ്രദേശമാണ്. അവിടുത്തെ ഉപജീവന മാർഗം കന്നുകാലി വളർച്ചയല്ല, കവർച്ചയാണ് കേട്ടോ. കന്നുകാലി കവർച്ചയാണ്. മരുതം എന്ന് പറയുന്നത് ചതുപ്പ് പ്രദേശം അല്ലെങ്കിൽ വയൽ പ്രദേശമാണ് മരുതം എന്ന് പറയുന്നത്. ചതുപ്പ് പ്രദേശങ്ങൾ അല്ലെങ്കിൽ വയൽ പ്രദേശങ്ങൾ എന്തെന്ന് പറയുന്നു? മരുതം എന്ന് പറയുന്നു. അവിടെ എന്താണ് ഉപജീവന മാർഗം? കൃഷി. നെയ്തൽ എന്ന് പറഞ്ഞാൽ തീരപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മീൻ പിടിക്കല്, ഉപ്പുണ്ടാക്കൽ എന്നിവയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത്. അപ്പോ തിണകളെ പ്രാചീന തമിഴകത്തെ ഭൂപ്രകൃതിയുടെയും തൊഴിലിന്റെയും അടിസ്ഥാനത്തിൽ 5 തിണയായി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ് ആ 5 തിണകള്? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. അതില് കുറിഞ്ചി എന്ന് പറയുന്നത് എങ്ങനെയുള്ള പ്രദേശമാണ്? കാടും മലയും ചേർന്ന പ്രദേശമാണ്. മുല്ലൈ എന്ന് പറഞ്ഞാൽ പുൽമേടുകളാണ്. പാലൈ എന്ന് പറഞ്ഞാൽ വരണ്ട പ്രദേശങ്ങളാണ്. മരുതം ചതുപ്പ് പ്രദേശം അല്ലെങ്കിൽ വയൽ പ്രദേശം. നെയ്തൽ തീരപ്രദേശം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, മുല്ലൈ ഏത് രീതിയിൽ ഉള്ള ഭൂപ്രദേശമാണ്? കാടും മലയും നിറഞ്ഞതാണോ, വരണ്ടതാണോ? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഠിക്കണം. ഇത് കുറച്ചും കൂടി വലുതാണ്. ഇനി തന്നെ 2-3 പേപ്പറും കൂടി കിടക്കാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു 2 പാർട്ടായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് കാണാനായിട്ട് ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.